എന്തുകൊണ്ട് ബംഗളൂരു യാത്രയിൽ ഈ ദുരൂഹ നിലനിർത്തുന്നതിനെ സംബന്ധിച്ച് കോൺഗ്രസ് പറയുന്നില്ല സതീശനെ സംബന്ധിച്ച് എന്നുള്ളത് വലിയൊരു ചോദ്യമായി ഉയരുകയാണ്. അതേ സംബന്ധിച്ച് LDF കൺവീനറും ഇന്ന് ചോദിച്ചു. അതാണ് നമ്മൾ ഇന്ന് കോൺഗ്രസ് സഹയാത്രികരോട് ആരാഞ്ഞത്. പക്ഷെ അതിൽ അദ്ദേഹം ഒരു വ്യക്തത വരുത്തിയില്ല. നാസർ കൊളായിലേക്ക്, നാസർ കൊളായി, അത്തരത്തിലൊരു ദുരൂഹത ആരോപിക്കാവുന്ന ഒരു ഘട്ടം അതിലുണ്ടോ, ആ യാത്രയിലുണ്ടോ? അജിംഷാദെ, ഈ ദുരൂഹത നമ്മൾ തെരഞ്ഞെടുപ്പിന് മുമ്പ് പറഞ്ഞ ആരോപണം നമ്മൾ പറയുമ്പോൾ ആരോപണമാണ് എന്ന് പറഞ്ഞിട്ടാണ് റെജി അതിനെ കൗണ്ടർ ചെയ്യാൻ നോക്കുന്നത്. റെജിയുടെ കാര്യത്തിൽ എനിക്ക് വേറെ സംശയം കൂടി ഉണ്ട്, സാന്ദർഭികമായിട്ട് പറയാൻ കേട്ടോ. ഇന്നലെ ഷാഫി ചാലിയൻ ചർച്ചക്കിടയിൽ പറഞ്ഞു, ഞാനും ഡോക്ടർ ജിൻഡോ ജോണും ഒക്കെ ഇപ്പൊ ചാനൽ ചർച്ചയിൽ വന്നാൽ പെട്ടെന്ന് തടിയൂരി രക്ഷപ്പെടുകയാണ്. അങ്ങനെയല്ല റെജി എന്ന് ഞാൻ കരുതട്ടെ. ഞാൻ പറഞ്ഞു വന്നത്, നമ്മൾ ഉന്നയിച്ച ഈ ആരോപണം ഉണ്ടല്ലോ, ഇങ്ങനെ ഇവരുടെ ഈ യാത്രയെക്കുറിച്ച്, ദുരൂഹമായ യാത്രയെക്കുറിച്ച് എനിക്ക് റെജിയോട് ഒരു ചോദ്യമുള്ളൂ. ഈ യാത്രയുടെ ടിക്കറ്റ് എടുത്തത് സതീശനാണോ, VD സതീശനാണോ? മൂകാംബിക ദർശനത്തിന് പോയിട്ടുള്ളത് ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം ആ ടിക്കറ്റ് എടുത്തിട്ടുള്ളത് സതീശനല്ല. അങ്ങനെ അടിയന്തരമായി വിമാനത്തിൽ പോയി മൂകാംബിക ദർശനം നടത്തേണ്ടുന്ന ഒരു അത്യാവശ്യം എന്തായിരുന്നു സതീശൻ ഉണ്ടായിരുന്നത്? അത് അദ്ദേഹത്തിന്റെ ഇഷ്ടം, ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. പക്ഷെ ആ ടിക്കറ്റ് അദ്ദേഹം സ്വന്തമായിട്ട് എടുത്തതായിരുന്നു എന്നതാണ് ഒരു ചോദ്യം. രണ്ടാമത്, ഇങ്ങനെ ഒരിക്കലും ബന്ധപ്പെടരുത്. അദാനിയെ രാഹുൽ ഗാന്ധി കേന്ദ്രത്തിൽ എതിർക്കുമ്പോൾ RSSന്റെ BJPയുടെ കൂട്ടാളിയായി നടക്കുന്ന നരേന്ദ്രമോദിയുടെ കൂട്ടാളിയായ അദാനിയെ കേന്ദ്രത്തിൽ രാഹുൽ ഗാന്ധി എതിർക്കുമ്പോൾ ആ അദാനിയുമായി ബന്ധപ്പെട്ടവരോട് VD സതീശൻ നടത്തിയ ചർച്ച എന്തായിരുന്നു? നാസർ കൊളായിന്റെ ചോദ്യമല്ല കേട്ടോ, കമ്മ്യൂണിസ്റ്റുകാരുടെ ചോദ്യമല്ല. ഇപ്പോ അലക്കൽ, ഞാൻ പറഞ്ഞല്ലോ, വിഴുപ്പ് അലക്കൽ നടക്കുന്നിടത്ത് കോൺഗ്രസ്സുകാർ, KC വേണുഗോപാലിന്റെ വിഭാഗക്കാര് ഇയാളോട് ചോദിക്കുന്ന ചോദ്യമാണ്. ആ ചോദ്യത്തിന് ഉത്തരം പറഞ്ഞാൽ മതി റെജി. ഞങ്ങളുടെ ചോദ്യം, എന്റെ ചോദ്യം, അജിംഷാന്റെ ചോദ്യം ഒക്കെ വിട്ടുകളാം. അവരുടെ ചോദ്യത്തിന് ഉത്തരം പറയട്ടെ. രണ്ടാമത്തെ കാര്യം, ഇവിടെ എന്തായിരുന്നു കൃഷ്ണൻകുട്ടിയുടെ പാർട്ടിയുടെ പേര്? RJD ആയിട്ട് നമ്മൾ സഖ്യം ഉണ്ടാക്കിയോ മറ്റോ പറഞ്ഞല്ലോ. ആ സഖ്യത്തിൽ നിന്ന് JDS ആദ്യഘട്ടത്തിൽ ഉണ്ടായൊരു പ്രതിസന്ധി ഉണ്ടല്ലോ, നിതീഷ് കുമാർ അങ്ങോട്ടേക്ക് പോകുന്ന ഒരു ഘട്ടത്തിൽ. അതെ, ആ പാർട്ടിയിൽ നിന്ന് വഴിമാറി നടക്കേണ്ടി വന്നത് കൊണ്ടാണല്ലോ കൃഷ്ണൻകുട്ടിയുടെ പാർട്ടി ഇവിടെ മോതിരത്തിൽ മത്സരിച്ചത്. അതെ, അവരന്ന് നിലപാട് പ്രഖ്യാപിച്ചു. പക്ഷേ അതെ, അങ്ങനെ മത്സരിച്ചത് കൊണ്ടും അദ്ദേഹത്തിന്റെ ചിഹ്നം മോതിരായതുകൊണ്ടും അദ്ദേഹത്തിന്റെ അപരനായി നിന്ന ആള് നെക്ലസിൽ നിന്നുകൊണ്ട് ആ നെക്ലസിന് 6800 വോട്ട് കിട്ടിയത് കൊണ്ടാണല്ലോ 6500 വോട്ടിന് അപ്പുറത്ത് തോറ്റുവരും. അപ്പൊ സ്വന്തം സ്ഥാനാർത്ഥിത്വം പോലും ഇവരുമായി ബന്ധത്തിൽ അടുപ്പിക്കരുത് എന്ന് വിചാരിക്കുന്ന കൃഷ്ണൻകുട്ടിയെ പോലുള്ള ആളുകളാണ് ഇവിടെ ഉള്ളത്. എന്നാൽ ഇന്നും BJPയോടൊപ്പം നിൽക്കുന്ന ആ പാർട്ടിയോട് പാർട്ടിയുമായി BJPയുമായി സംവദിക്കുന്നതിന് വേണ്ടിയിട്ടാണല്ലോ ഇദ്ദേഹം പോയിട്ടുള്ളത്. അദ്ദേഹത്തെ സ്വീകരിച്ച കർണാടകയിലെ കോൺഗ്രസ് എന്താ ചോദിച്ചത്? കർണാടകയിലെ കോൺഗ്രസിന്റെ ചോദ്യത്തിന്റെ ഉത്തരം തരണമെന്നാണ് ഇപ്പൊ TP രാമകൃഷ്ണൻ പറഞ്ഞിട്ടുള്ളത്. എന്തിനായിരുന്നു ഞങ്ങൾ അറിയാതെ VD സതീശൻ മംഗലാപുരത്ത് വന്നത് എന്ന് കർണാടക പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി ചോദിച്ച ചോദ്യം, ആ ചോദ്യത്തിന് AICC ഉത്തരം നൽകണം. അതേപ്പോ TP രാമകൃഷ്ണൻ പറഞ്ഞിട്ടുള്ളത് നമ്മൾ പുതുതായിട്ട് പറയുന്നില്ല. അയാൾ യാത്ര ചെയ്യുകയോ ചെയ്യാതിരിക്കുകയോ എന്തെങ്കിലും ചെയ്യട്ടെ, ക്ഷേത്ര ദർശനത്തിന് പോവുകയോ പോവാതിരിക്കുകയോ ചെയ്യട്ടെ. സാന്ദർഭികമായി പറയാണ്, കൊടുങ്ങല്ലൂരിൽ ഒരു പാർട്ടി പരിപാടിക്ക് പോയ P ജയരാജൻ അവിടെയുള്ള ഒരു ക്ഷേത്രം, ചരിത്രപ്രധാനമായ ഒരു ക്ഷേത്രം പുറമെ നിന്ന് കാണാൻ പോയപ്പോ P ജയരാജൻ ആരാധന നടത്തി എന്ന് മീഡിയ വൺ മൗദൂദി ചാനലടക്കം പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലാണ്. സാന്ദർഭികമായി ഞാൻ പറഞ്ഞെന്ന് മാത്രം. അതുകൊണ്ട് അതെ VD സതീശൻ എന്തിനു പോയി എന്ന് കോൺഗ്രസ്സുകാരുടെ KC വേണുഗോപാൽ വിഭാഗത്തിന്റെ ചോദ്യത്തിന് ഉത്തരം പറഞ്ഞാൽ മതി. അദാനിയുമായി എന്തിന് ബന്ധപ്പെടുന്നു VD സതീശൻ എന്ന് KC വേണുഗോപാൽ ഗ്രൂപ്പിന്റെ ചോദ്യത്തിന് ഉത്തരം പറഞ്ഞാൽ മതി. എന്റെ ചോദ്യത്തിനോ അജിംഷാദിന്റെ ചോദ്യത്തിനോ ഉത്തരം പറയേണ്ടതില്ല, അവരുമായിട്ടുള്ള ബന്ധവും പറയേണ്ടില്ല. അതേ പറയേണ്ടുള്ളൂ, അത്രേ ആൾക്കാരുമായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളൂ. ജനങ്ങളുടെ മുമ്പിൽ വളരെ വ്യക്തമാക്കേണ്ടതുണ്ട്. സ്വകാര്യ വിമാനത്തിൽ, ചാർട്ട് ചെയ്ത വിമാനത്തിൽ പോകുന്നു. മാത്രമല്ല, ആ വിമാനത്തിൽ അദ്ദേഹത്തിന്റെ കൂടെയുള്ളത് ശബരിമല സ്വർണ്ണാഭരണ കേസിൽ ചോദ്യം ചെയ്യപ്പെട്ട ഒരു കക്ഷിയാണ്. അയാളുമായിട്ട് VD സതീശനുള്ള ബന്ധം എന്താണ്? അതും കോൺഗ്രസ് വ്യക്തമാക്കണ്ടേ. അയാളുമായിട്ട് ബന്ധം ഉണ്ടെങ്കിലും അയാൾ അറസ്റ്റ് ചെയ്തോ ചെയ്യാതിരിക്കുകയോ ഒക്കെ പോട്ടെ, അയാളുമായിട്ട് എന്തു ബന്ധം? VD സതീശന്റെ ഇഷ്ടപ്പെട്ട ഒരുപാട് ആളുകളുണ്ടല്ലോ കൂടെ കൊണ്ടുപോകാൻ പറ്റിയ. എറണാകുളം DCC പ്രസിഡന്റ് തന്നെയല്ലേ കൂടെ പോകാൻ? അദ്ദേഹത്തെ വിമാനം കയറ്റി കൊണ്ടുപോയാൽ പോരെ? അതേമല്ലേ സതീശൻ ആദ്യമായിട്ട് മുഖ്യമന്ത്രിയാണെന്ന് പറഞ്ഞ് ഇങ്ങനെ എത്ര കൂട്ടുകാരും അടുത്ത രാഷ്ട്രീയക്കാരും ഒക്കെ ഉണ്ട്. കർണാടകയിൽ സതീശന് വളരെ ബന്ധപ്പെട്ടവരില്ലേ? കർണാടകയിലെ രാഷ്ട്രീയം ഇപ്പൊ ഇന്നലെ നമ്മൾ കേൾക്കുന്നു, കർണാടക മുഖ്യമന്ത്രിയുടെ സിദ്ധരാമയ്യയുടെ പ്രതീതി പാണക്കാടെത്തി പാണക്കാട് തങ്ങളെ സന്ദർശിക്കുന്നു. അത് KC വേണുഗോപാലിന് വേണ്ടിയാണെന്ന് മാധ്യമങ്ങൾ പറയുന്നു. അതിന് പകരമായി KMCCയുടെ ബാംഗ്ലൂരിലുള്ള ഒരാളെ MLC ആക്കി കൊടുക്കാം എന്ന് പറയുന്നു. ഇപ്പൊ കർണാടക രാഷ്ട്രീയവും കേരള രാഷ്ട്രീയവും തമ്മിൽ ഇതുപോലെയുള്ള വലിയ ബന്ധം നിലനിൽക്കുന്ന സമയത്ത് കർണാടകയിലെ കോൺഗ്രസ്
കമ്മിറ്റി പോലും അറിയാതെ വി.ഡി. സതീശൻ എന്തിനു പോയി? ആ യാത്രയിൽ ദുരൂഹത ഉണ്ട്. ഇത് ഞങ്ങൾ ഉന്നയിക്കുന്ന ആരോപണത്തെ രാഷ്ട്രീയമായി റെജി ഞങ്ങളോട് മറുപടി പറഞ്ഞു. പക്ഷേ കെ.സി. വേണുഗോപാൽ വിഭാഗം ഉന്നയിക്കുന്ന ഈ ആരോപണത്തിന് റെജിക്ക് എന്ത് മറുപടി പറയാനുണ്ട് എന്ന് കേൾക്കാൻ ആഗ്രഹമുണ്ട്. തീർച്ചയായും റജി മറ്റൊരു ചർച്ചയ്ക്കാണെന്ന് റെജി മറ്റൊരു ചർച്ചയ്ക്കായി പോയി. പക്ഷേ ശ്രീ നാസർ കൊളായി, ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് എന്ന് പറയുന്നത് ഈ ഇന്നിപ്പോൾ ടി.പി. രാമകൃഷ്ണൻ ഉന്നയിച്ച ഒരു കാര്യം കൂടി ഈ ഘട്ടത്തിൽ നമ്മൾ പറയേണ്ടതുണ്ട്. ഇപ്പോൾ സതീശൻ്റെ വിഷയത്തിലുള്ള ബാംഗ്ലൂർ യാത്രയുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് അതിന് മറുപടി പറയട്ടെ, മീൻസ് AICC മറുപടി പറയട്ടെ, എന്താണെന്ന് വിശദീകരിക്കണം. കാരണം ടി.പി. രാമകൃഷ്ണൻ പോലും പറയുന്നില്ല അതൊരു സംശയാസ്പദമാണ് എന്നുള്ളതല്ലാതെ അതിലെന്തെങ്കിലും തെറ്റുണ്ടെന്നോ അല്ല ശരിയുണ്ടെന്നോ ഒന്നും പറയുന്നില്ല. എന്താണ് അതിലെ വിശദീകരണം എന്ന് ഞങ്ങൾക്കറിയണം. ഇത് മാത്രമാണ് പറയുന്നത്. AICC പറയണം എന്നുള്ളതാണ് പറയുന്നത്. ന്യായമായൊരു അവകാശമാണ്, ആവശ്യമാണ്. ഇവിടെ ഈ സ്തംഭനത്തെക്കുറിച്ച് നമ്മൾ പറഞ്ഞല്ലോ. സപ്ലൈകോ വഴി വിതരണം ചെയ്യുന്ന അരിയിൽ വരെ ഉദ്യോഗസ്ഥർ മാറ്റം വരുത്തി. നമുക്ക് ആ ടി.പി. രാമകൃഷ്ണൻ പറഞ്ഞ LDF കൺവീനർ പറഞ്ഞ ആ വാക്കുകൾ കൂടി ഒന്ന് കേൾക്കാം ഒരിക്കൽ കൂടി. മനസ്സിലാക്കിയിട്ടുള്ളൊരു വിവരം സപ്ലൈകോയുടെ അരിവിലയിൽ മാറ്റം വരുത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. സാധാരണ ഈ അരിവിലയിൽ ഇവിടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് അധികാരത്തിൽ വന്നപ്പോൾ 13 ഇനം സാധനങ്ങൾക്ക് വിലവർധനവില്ല. പിന്നീട് ഒരിക്കൽ വില വർദ്ധിപ്പിക്കുന്നത് ക്യാബിനറ്റിന്റെ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലാണ്. എന്തെങ്കിലും മാറ്റം വരുത്തണമെന്നുണ്ടെങ്കിൽ ക്യാബിനറ്റാണ് തീരുമാനിക്കേണ്ടത്. അതൊന്നും ചെയ്യാതെ സപ്ലൈകോന്റെ ഡിപ്പോയിലൂടെ വിതരണം ചെയ്തുകൊണ്ടിരിക്കുന്ന അരിക്ക് 2 രൂപ വില കയറ്റി എന്നുള്ളതാണ് പുറത്തു വന്നിട്ടുള്ള വിവരം. ഇത് അങ്ങേയറ്റം പ്രതിഷേധാർഹമാണ്. തീർച്ചയായും നാസർ കൊളായി, ഇതാണ് അപ്പോൾ നേരത്തെ പറഞ്ഞ നമ്മുടെ സ്തംഭനം എന്ന് പറയുന്നത് നിസ്സാര അർത്ഥത്തിലല്ല, സാധാരണക്കാരൻ്റെ അരിയിൽ വരെ മണ്ണിടുന്നതിലേക്ക് കാര്യങ്ങൾ എത്തുകയാണ്. ഉദ്യോഗസ്ഥർ തീരുമാനിക്കുകയാണ്. റജി നേരത്തെ ന്യായീകരിച്ചതുപോലെ അല്ല, ആ വിഷയങ്ങളുണ്ട്. ശരിയാണ്, ജനാധിപത്യപരമായി ചർച്ചകളൊക്കെ നടത്തിക്കൊള്ളൂ. പക്ഷേ ഈ അനിശ്ചിതത്വം ക്രിയേറ്റ് ചെയ്യുന്ന പല പ്രതിസന്ധികൾ വിദ്യാർത്ഥികളുടെയും അരി വാങ്ങുന്ന സാധാരണക്കാരുടെയും ഒക്കെ വിഷയത്തിൽ വന്നിട്ടുള്ള വലിയ വിഷയമുണ്ട്. അതുകൂടി ഈ ഘട്ടത്തിൽ നമ്മൾ ഓർമ്മിക്കേണ്ടതാണ്. അതേ സംബന്ധിച്ച് നമ്മൾ ആദ്യം സൂചിപ്പിച്ചതാണെങ്കിൽ പോലും ഇത്തിരി ആഴത്തിൽ. തീർച്ചയായും അതിന്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഭരണസ്തംഭനം ഇപ്പൊ നമ്മുടെ നാട്ടിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ഇവര് തന്നെ പ്രഖ്യാപിച്ച ചില കാര്യങ്ങൾ നടപ്പിലാക്കണമെങ്കിൽ 15-ാം തീയതി മെയ് 15 മുതലാണ് KSRTC സൗജന്യമായ യാത്ര തുടങ്ങിയിട്ടുണ്ട്. അതവിടെ നിൽക്കട്ടെ, അവരുടെ ഒരു പ്രഖ്യാപനമാണ്, നടക്കുമെന്നൊന്നും ഇപ്പൊ നമുക്ക് തോന്നുന്ന കാര്യം. എന്റെ വായിൽ തോന്നിയത് കോതക്ക് പാട്ട് പാടിയതുപോലെ എന്തും പാടിയതാണ്. പക്ഷെ സപ്ലൈകോ എന്ന് പറയുന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഒരു പഴയ തീരുമാനത്തിന്റെ ഭാഗമായിട്ടാണ്. നമ്മുടെ നാട്ടിലുണ്ടായിട്ടുള്ള ഓരോ മാറ്റങ്ങളുടെയും അടിസ്ഥാനപരമായ കാര്യങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ളത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയാണ്. അതിൽ വളരെ പ്രധാനപ്പെട്ട ഒന്നായിരുന്നു മാവേലി സ്റ്റോറും അതിനോടനുബന്ധിച്ചുള്ള സപ്ലൈകോ. നമുക്കറിയാം, നമ്മുടെ നാട്ടിൽ 13-14 ഇനങ്ങൾക്ക് ഇത്ര ഇനം എന്ന് വേർതിരിച്ച് അത്ര സാധനങ്ങൾക്ക് 5 വർഷത്തിന് വിലയേറില്ല. ആ വാചകം പോലും വലിയ വിവാദമായി നമ്മുടെ നാട്ടിൽ ചർച്ച ചെയ്യപ്പെട്ടതാണ്. ഞാൻ ഇപ്പോഴും ഓർക്കുന്നു, ദേശാഭിമാനി പത്രത്തിന്റെ അന്നത്തെ 1-ാം പേജ് ഈ പ്രഖ്യാപനം നടക്കുമ്പോൾ, മാവേലി സ്റ്റോറിന്റെ പ്രഖ്യാപനം നടക്കുമ്പോൾ ഇത്രയും സാധനങ്ങൾക്ക് 5 വർഷത്തേക്ക് വില കൂടില്ല. ഈ പത്രത്താള് കാണിച്ചിട്ട് കോൺഗ്രസ്സുകാരൊക്കെ നാട്ടിൽ മറ്റ് സാധനങ്ങൾക്ക് വില കയറുമ്പോൾ സാധാരണ ചോദിക്കുന്ന ഒരു ചോദ്യം എന്താണ്? ഇതെന്താണ് കമ്മ്യൂണിസ്റ്റുകാർ 5 കൊല്ലത്തിന് വില കൂടില്ല എന്ന് പറഞ്ഞിട്ട് ഇത്ര സാധനത്തിന് വില കൂടിയല്ലോ. പക്ഷേ മാവേലി സ്റ്റോറിലുള്ള ഈ 15 ഇനം സാധനങ്ങൾക്ക് ഒരിക്കലും വില കൂടിയിട്ടില്ല എന്ന് തന്നെ തീർത്ത് പറയാൻ പറ്റും. അത് പറയുമ്പോൾ ഞാനൊരു കൃത്യത വരുത്താൻ വേണ്ടിയിട്ട് പറയാണ്, ഒരു 1.5 രൂപ വെളിച്ചെണ്ണയ്ക്ക് ടാക്സ് ഇനത്തിൽ കൂടിയിട്ടുണ്ട്. അത് നമ്മൾ പറയണല്ലോ, കാരണം കൃത്യമായി നമ്മൾ ശ്രദ്ധിക്കുന്നതുകൊണ്ടാണ്. ബാക്കി ഒന്നിനും കൂടാതിരിക്കുന്ന ഒരു സമയം. ഇപ്പൊ നിങ്ങൾ നോക്ക്, ഈ മാവേലി സ്റ്റോറിനെ പരാജയപ്പെടുത്താൻ വേണ്ടിയിട്ട് അന്ന് ഇതേ UDF-ഉം കോൺഗ്രസും കൊണ്ടുവന്ന ഒരു സ്ഥാപനമുണ്ട്, ഓർക്കുന്നുണ്ടോ അജിംഷാദ്? അതിന്റെ പേര് വാമന സ്റ്റോർ. മാവേലി എന്ന മഹാതമ്പുരാൻ കേരളനാട് ഭരിച്ചിരുന്ന സുഭിക്ഷമായ ഒരു കാലഘട്ടത്തെ ഓർമ്മിപ്പിക്കാൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി മാവേലി സ്റ്റോർ എന്ന് പേരിട്ടപ്പോൾ അതിനെ തകർക്കാൻ വേണ്ടി വാമന സ്റ്റോർ കൊണ്ടുവന്നു. ഇന്ന് ആ വാമന സ്റ്റോർ നമ്മുടെ നാട്ടിൽ എവിടെയെങ്കിലും കാണുന്നുണ്ടോ? ഞാൻ സാന്ദർഭികമായി സൂചിപ്പിച്ചെന്ന് മാത്രം മാവേലിയുടെ ചർച്ച വന്നപ്പോൾ. ഇപ്പൊ അവിടെ സപ്ലൈകോയിൽ ആരോട് ചോദിച്ചിട്ടാണ് വില കൂടിക്കുന്നത്? ഉദ്യോഗസ്ഥന്മാർ അങ്ങനെ കൂട്ടാൻ പാടുണ്ടോ? ഇതിപ്പോ ഇടതുപക്ഷ ഗവൺമെന്റ് ഭരിക്കുന്ന ഒരു സമയമാണ് എന്ന് വെക്ക്. ഈ പൈസയുടെ വില കൂടിയിരുന്നെങ്കിൽ എത്ര ദിവസം സകല ചാനലുകൾ ഇതിട്ട് ചർച്ച ചെയ്യായിരുന്നു. 1 രൂപ 2 രൂപ എത്ര രൂപയാണെങ്കിലും വില കൂടിയത് എത്ര ദിവസം ചർച്ച ചെയ്യുമായിരുന്നു. ആ കാര്യങ്ങൾ ഇവിടെ ചർച്ച ചെയ്യുന്നില്ല. ഇന്നിപ്പോ കേൾക്കുന്ന ഒരു വാർത്തയുണ്ട്, അതിന്റെ സത്യാവസ്ഥ എനിക്ക് അറിഞ്ഞൂടാ. വയനാട്ടിലെ ഇരകൾക്ക് അവിടെ ദിവസവേതനം കൊടുക്കുന്നുണ്ട്. ഓരോ വീട്ടിലും 300 2 പേർക്ക് വെച്ച് കൊടുക്കുന്നുണ്ട്. അംഗവൈകല്യമുള്ള ഒരാൾക്ക് 300. ആ ദിവസവേതനം കൊടുക്കുന്നത് ഇന്ന് കിട്ടിയിട്ടില്ല എന്നുള്ള രൂപത്തിൽ ഒരു പരാതി വരുന്നുണ്ട്. ഇങ്ങനെ പല രൂപത്തിലുള്ള കാര്യങ്ങൾ നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് ഭരണമില്ലാത്ത നാഥനില്ലാത്ത ഒരു കളരിയായി കേരളത്തെ കളരിയായി പോകുന്നു. വാളെടുത്തവരൊക്കെ വെളിച്ചപ്പാട് പോലെയാകുന്നു. ഉദ്യോഗസ്ഥരുടെ ഭരണമാകുന്നു. ഇവിടെ മന്ത്രിസഭയില്ല,
നാഥനില്ല കളരി എന്നത് അക്ഷരാർത്ഥത്തിൽ മുഖ്യമന്ത്രി ആരാണെന്ന് ശരിവെക്കുന്നു. തീരുമാനിക്കട്ടെ. അതാണ്